ഇപ്പോൾ ഞാൻ ഇവിടേക്ക് ഉണ്ട്, നാളെ അവിടെ ഉണ്ടാവും അറിയാൻ പറ്റില്ല. ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തും എന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സഹായകരാണ് മനുഷ്യർ. അതിനൊക്കെയുള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തു എന്ന് പറയാം. ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളില്ല. കാരണം ഇപ്പം നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട്, ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാനിപ്പോൾ നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു, പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്ന യാതൊരു ഗ്യാരണ്ടി എനിക്ക് ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഇന്നലെ നമ്മളെ എല്ലാവരെയും ഒരുപാട് ഞെട്ടിപ്പിച്ച, ഒരുപാട് സങ്കടത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു കലാഭവൻ നവാസ് മരണപ്പെട്ട ഒരു വാർത്ത. അതും പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. അദ്ദേഹം പ്രകമ്പനം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് പുള്ളിക്കാരൻ്റെ റോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹോട്ടൽ റൂമിലേക്ക് പോയി തിരിച്ചു പോകാം, അതായത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഹോട്ടൽ റൂമിലേക്ക് പോയി റെഡിയായി വരാം എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പോൾ കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തെ കാണാതായപ്പോൾ ഹോട്ടലിലുള്ള ഒരു റൂം ബോയാണ് നോക്കിയപ്പോഴത്തേക്കും ഇദ്ദേഹം വീണ് കിടക്കുകയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും മരണം സംഭവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മരണം എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും കാരണമെന്നൊക്കെ അറിയാനായിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുന്നായിട്ട് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ ഹൃദയസ്തംഭനമായിരുന്നു. അപ്പോൾ എന്തായാലും വലിയൊരു നഷ്ടം തന്നെയാണല്ലേ ഇതുപോലുള്ള കലാകാരന്മാർ. നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള കലാകാരന്മാർ പെട്ടെന്നായിരിക്കും ഒന്നല്ലെങ്കിൽ അപകട മരണം അല്ലെങ്കിൽ ഇതുപോലൊക്കെയുള്ള ഒരു മരണങ്ങളാണ്. അപ്പോൾ ഈ ഒരു കലാകാരനെ നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനാണ്. സിനിമയായിക്കോട്ടെ അല്ലെങ്കിൽ പല കോമഡി സ്കിറ്റുകളിലൂടെയൊക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് നമ്മൾ കേട്ടത്. നമ്മൾ ഇന്നിപ്പോൾ ഇരിക്കുന്ന സമയം നാളെ നമ്മൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഗ്യാരൻറ്റി ഇല്ല. അദ്ദേഹം ആ പറഞ്ഞ വാക്ക് അറം പറ്റിയതുപോലെയായി. ഇന്നലെ ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി പോകുന്നു. അപ്പോൾ ഇന്നിപ്പോൾ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട് നെഞ്ചുവേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അത് പറഞ്ഞില്ല, കാരണം അത് ഷൂട്ടിങ്ങിനൊക്കെ അതൊരു ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി പറഞ്ഞില്ല. അങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റൂമിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത്. ഒരു പക്ഷേ അത് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ, എന്തെങ്കിലും അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനൊരു ദുഃഖവാർത്ത ഉണ്ടാവില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ ആ ഒരു നിയോഗം അങ്ങനെ ആയിരിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന സിനിമാ നടി തന്നെയാണ് രഹന എന്നാണ്. ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ്. ഇവർക്ക് 3 മക്കളാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും വളരെയധികം സങ്കടം തോന്നി. പെട്ടെന്ന് ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയ്യോ എന്ത് പറ്റി, കാരണം 51 വയസ്സേ ഉള്ളൂ, പക്ഷെ പുള്ളിയെ കണ്ടാൽ അത്രയൊന്നും തോന്നത്തുമില്ല. എന്ത് പറ്റി എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെയാണ് ഇങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുമായിരുന്നു എന്നൊക്കെ ഉള്ളത് മനസ്സിലായത്. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ചില ന്യൂസുകൾ കാണുമ്പോൾ നമ്മളൊന്നും ഇവരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മളിവരെ സിനിമയിലൂടെയും അതുപോലെ പല കോമഡികളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കലാകാരന്മാരാണ്. നമുക്കറിയാം കലാഭവൻ മണി, അദ്ദേഹവും ഇതുപോലൊരു പെട്ടെന്നൊരു ദുരന്ത വാർത്തയാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ ദേ ഈ ഒരു കലാഭവൻ നവാസിൻ്റെ മരണവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ സിനിമ മേഖലയിലുള്ള ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മരണ വാർത്ത അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. നമ്മുടെ ദിലീപ് ഉൾപ്പെടെയൊക്കെ എത്തുന്നുണ്ടായിരുന്നു. എന്നാലും വളരെയധികം സങ്കടം തോന്നി. ആ ഒരു കുടുംബമല്ലേ, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം എങ്ങനെ സഹിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെയും ഭാര്യ, അതായത് ഭാര്യ രഹനയുടെയും ഒരു ഇൻ്റർവ്യൂവിൽ ഭാര്യ രഹന പറയുന്നുണ്ട്, എനിക്ക് നവാസിക്ക ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. കാരണം അവരത്രയ്ക്ക് ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സ്നേഹമായിരുന്നായിരിക്കാം. 3 മക്കളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ ചടങ്ങും കാര്യങ്ങളൊക്കെ കണ്ടതിലും മക്കളൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല. 2 ആണും ഒരു പെൺകുഞ്ഞുമാണ് ഉള്ളത്. അവർക്കൊക്കെ ഭയങ്കരമായിട്ടല്ലേ, അവരൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകും. ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ നിന്ന് പോയ ഒരാൾ പെട്ടെന്ന് ഷൂട്ടിങ്ങിന് പോയതാണ്. പെട്ടെന്ന് പിന്നെ കേൾക്കുന്നത് അദ്ദേഹം ഇന്നീ ഭൂമിയിലില്ല എന്നുള്ളൊരു വാർത്തയാണ് ആ കുടുംബക്കാരുൾപ്പെടെ കേൾക്കുന്നത്. എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഇപ്പം നമ്മളെപ്പോലെയുള്ളവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഒരു മരണം അയ്യോ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പം പിന്നെ അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ പറയാനുണ്ടോ? എന്തായാലും ദൈവത്തിൻ്റെ വിധി അതായിരിക്കാം.
ആ കുടുംബത്തിനും ആ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ രഹനയ്ക്കും ഇതെല്ലാം സഹിക്കാനും ഉൾക്കൊള്ളാനുള്ള ഒരു എല്ലാത്തിനുള്ള ഒരു സമാധാനം എല്ലാം ഈശ്വരൻ കൊടുക്കട്ടെ. നമുക്കിപ്പോൾ അത്രേ പറയാനുള്ളൂ. എന്തായാലും ഒരു നല്ലൊരു കലാകാരനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.